ഹലോ ഫാറൂസാണ്. സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഗുഡ് മോർണിംഗ് ട്ടാ. പിന്നെ ഈ വേഷത്തിൽ എന്താ വന്നതെന്ന് നോക്കണ്ട. ഇന്ന് ഒരു വീഡിയോ ചെയ്തേ. അപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പിന്നെ അതന്നെ കഥ വിചാരിച്ചു. എപ്പോഴും ഇല്ല കേട്ടോ, ഇപ്പോൾ മാത്രം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇന്ന് അടുപ്പിലാണ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ക്യാമറ നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ചീര ഉണ്ടാകുന്ന ഇന്ന് കുറച്ച് ചീര ഉണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പം ഞാൻ ശനി ഞായറൊക്കെ എന്നെ അടുപ്പിലാണ് എല്ലാം ചെയ്യും. അപ്പം കുറച്ച് ചീര എടുത്തിട്ട് വന്ന് കുറച്ച് ഇലക്കൊക്കെ കുറച്ച് ഇങ്ങനെ വെള്ള കുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് എടുത്തു. പിന്നെ കുറച്ച് പയറുണ്ട്, ഒരു 5 പയർ കിട്ടിയ. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് തോരൻ വയ്ക്കണം. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഇട്ട് സവാളയൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് സവാള വഴറ്റി കഴിഞ്ഞു. അപ്പോഴാണ് ഓർമ്മ വന്നേ നിങ്ങളെന്ന് കാണിച്ചു തരുന്ന വീഡിയോ ചീരത്തോരൻ വെച്ചിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ തോരനൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള അരിഞ്ഞിടും. സവാളയും പിന്നെ അതിൻ്റെ തന്നെ വെളുത്തുള്ളി ചതച്ചിടും കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ആ ചീര ഒന്ന് പോലെയാണ് സഹിക്കാൻ പറ്റത്. വഴറ്റി വരുമ്പോൾ ചീര ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി ഇട്ടു കേട്ടോ. ഉപ്പ് ഞാനിപ്പോൾ ഇടാറുണ്ട് കേട്ടോ, മറന്നുപോയി വേണ്ടി. അപ്പം ഞാനും ചേട്ടനും അപ്പൂസും മാത്രമേ ഉള്ളൂ. കണ്ണൻ ക്യാമ്പിന് പോയേക്കാണ്. കണ്ണന് എന്താ പറയുക NSSൻ്റെ ക്യാമ്പിന് പോയേക്കാം. കാണാനായിട്ട് ഭയങ്കര വിഷമമുണ്ട്. ഇടയ്ക്കൊക്കെ തല്ലു കൂടണം, അല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അവനില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൂസിനെ അതെ അപ്പൂസല്ലേ സമാധാനമുണ്ട്, പോയ കാര്യമുണ്ട്. എന്നാലും ഒരു വിഷമമാണ്, അവനില്ലെങ്കിൽ ഒരു വിഷമമാണ്. വേറെ ആരും കൂടെ കളിക്കാനൊന്നും പോലെ, പുറത്തെ കുട്ടികളുടെ കൂടെ കളിക്കാനൊന്നും പോലെ. അവർക്ക് സ്കൂളിൽ പോയിട്ടുള്ള കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാർ അങ്ങനെയൊന്നും ഇല്ല അവർക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 പേരും കൂടെ ഉള്ളു. അപ്പോൾ അപ്പൂസാണെങ്കിൽ ഇന്ന് ഫുള്ള് മോരുമുഞ്ഞുള്ള കൂടിയും ആട്ടുകുട്ടിയുടെ കൂടിയും പട്ടിക്കുട്ടിയുടെ കൂടെയൊക്കെയാണ്. അവരൊക്കെ പേരറിയില്ല. കല്യാണി, കുട്ടാപ്പി മാറ്റി ഇപ്പോൾ കുട്ടൂസാക്കിയിട്ടോ. അമ്മ കുട്ടാപ്പി വേണ്ട, കുട്ടൂസ് വേണ്ടുണ്ട്. കുട്ടൂസാക്കിയ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ക്യാമറയ്ക്ക് എന്തോ ഒരു ടൈമിങ്ങൊക്കെ പോകുന്നു. അപ്പോൾ കുട്ടാപ്പിയുടെ കൂടെ ഒന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു മൊയിലിനെ കൊണ്ട് കൊടുത്ത് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്ന മറ്റേ മൊയിലിനെ കടിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നിന്ന് കൊണ്ടു കൊടുത്തു. ഇത് ഇന്നലെ അമ്പലത്തിൽ താലപ്പൊലി ഉണ്ടാവും. താലപ്പൊലിക്ക് കൊണ്ടുപോയി ഇട്ടതാണ്. പിന്നെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ട് കഴുകിടാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം എന്നെ ഈ വേഷത്തിൽ കണ്ടിട്ടില്ല അല്ല നിങ്ങൾ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ. വേറെ എന്താ പറയാമെന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാവരും വീട്ടിൽ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ഇട്ട് കാണിക്കണം കേട്ടോ, അടുക്കളത്തോട്ടം അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളുടെ പുതിയ പുതിയ ഐഡിയാസൊക്കെ പറഞ്ഞു തരണം കേട്ടോ, എങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കരിയിലും ചാണകം മാത്രം പിന്നെ എല്ലുപൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്, വേറെ ഒന്നും ഇല്ല. അപ്പം നിങ്ങളുടെ ഐഡിയാസൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ എപ്പോഴും യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോ ഒക്കെ നോക്കും. പഴത്തൊലി എന്താ പറയുക അരച്ച് കൊടുക്കുക. അപ്പം ഞാൻ പഴത്തൊലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ കഞ്ഞിവെള്ളത്തിൽ എന്താ പറയുക കടലപ്പിണ്ണാക്ക് കുതിർത്ത് വെച്ചിട്ട് അത് ഒഴിക്കുക അങ്ങനെ. പിന്നെ ഇന്നിപ്പോൾ ഞാനിപ്പോൾ പുറത്ത് നിറച്ച് പുല്ല് നിൽക്കുന്നുണ്ടേ. അപ്പോൾ പുല്ലിൽ ഒഴിക്കാനുള്ളതാണ് വിനാഗിരിയാണ്. വിനാഗിരിയിൽ കല്ലുപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. സോപ്പ് പൊടിയൊക്കെ ഇടണം, പക്ഷെ ഞാൻ ഇന്ന് ഇതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഇത് കുറച്ച് പുല്ലുണ്ട്. അപ്പം ന്യൂ ഇയറൊക്കെ അല്ലേ, പിന്നെ ആൾക്കാർ വന്ന് കിടക്കണ്ടല്ലോ എന്നിട്ട്. അപ്പം അങ്ങനെ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ചീരത്തോരനൊക്കെ റെഡിയാക്കിയിട്ട് കഴിക്കാനാകുമ്പോൾ വിളിക്കാം കേട്ടോ, വന്നേക്കണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, താങ്ക് യു.